അന്തരിച്ച CPM കോട്ടയം ജില്ലാ സെക്രട്ടറി AV റസലിന്റെ മൃതദേഹം ഇന്ന് നാട്ടിലെത്തിക്കും. രാവിലെ ചെന്നൈയിൽ നിന്ന് വിമാനമാർഗം കൊച്ചിയിലെത്തിക്കുന്ന മൃതദേഹം CPMന്റെ മുതിർന്ന നേതാക്കൾ ഏറ്റുവാങ്ങും. നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങുകൾ. വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ഗോകുൽ രമേശ് ചേരുന്നു. ഗോകുൽ, റസലിന്റെ മൃതദേഹം എപ്പോഴായിരിക്കും കൊച്ചിയിലേക്ക് എത്തിച്ചേരുക? ആരൊക്കെയാകും ഏറ്റുവാങ്ങുക? ലക്ഷ്മി, രാവിലെ 7 മണിക്കത്തെ വിമാനത്തിൽ ചെന്നൈയിൽ നിന്നും അദ്ദേഹത്തിന്റെ ഭൗതികദേഹം കൊച്ചിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. 9 മണിയോടുകൂടി കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ മൃതദേഹം എത്തുമെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ചേർന്നുകൊണ്ട് കൊച്ചിയിൽ നിന്ന് ആ ഭൗതികദേഹം ഏറ്റുവാങ്ങും. തുടർന്ന് വിലാപയാത്രയായിട്ടായിരിക്കും കോട്ടയത്തേക്ക് കൊണ്ടുവരുന്നുണ്ടാവുക. കോട്ടയത്ത് പാർട്ടി ജില്ലാ ആസ്ഥാനത്ത് ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കായിരിക്കും അദ്ദേഹത്തിന്റെ ഭൗതികദേഹം ആദ്യം കൊണ്ടുവരുന്നുണ്ടാവുക. തുടർന്ന് ഇവിടെ 2 മണിക്കൂർ നേരത്തോളം പൊതുദർശനം ക്രമീകരിച്ചിട്ടുണ്ട്. 12 മണിയോടുകൂടി കോട്ടയത്ത് എത്തിച്ചേരുമെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. തുടർന്ന് ഒരു 2 മണി 2:30 വരെ ഇവിടെ പൊതുദർശനത്തിന് സൗകര്യമുണ്ട്. അതിനുശേഷം അദ്ദേഹത്തിന്റെ ജന്മനാടായിട്ടുള്ള ചങ്ങനാശ്ശേരിയിലേക്ക് ഭൗതികദേഹം വിലാപയാത്രയായിട്ട് കൊണ്ടുപോകും. ചങ്ങനാശ്ശേരി ഏരിയ കമ്മിറ്റി ഓഫീസിൽ തുടർന്ന് പൊതുദർശന ചടങ്ങുകൾ ക്രമീകരിക്കുന്നുണ്ടാവും. അതിനുശേഷം 4 മണിയോട് കൂടിയിട്ടായിരിക്കും അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക്, തെങ്ങണായിലുള്ള വീട്ടിലേക്ക് ഭൗതികദേഹം മാറ്റുന്നുണ്ടാവുക. തുടർന്നുള്ള പൊതുദർശന ചടങ്ങുകളൊക്കെ വീട്ടിലായിരിക്കും ക്രമീകരിച്ചിരിക്കുന്നത്. തുടർന്ന് നാളെ ഉച്ചയ്ക്ക് 12 മണിയോട് കൂടിയിട്ടായിരിക്കും അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടത്തുക എന്നാണ് CPM നേതാക്കളും പ്രവർത്തകരും അറിയിച്ചിരിക്കുന്നത്. ഔദ്യോഗികമായിട്ട് വീട്ടുവളപ്പിലായിരിക്കും സംസ്കാര ചടങ്ങുകളൊക്കെ തന്നെ നടക്കുന്നുണ്ടാവുക. ഒപ്പം ഇന്ന് നാളെയുമായി നടക്കുന്ന പൊതുദർശന ചടങ്ങുകളിൽ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ നേരിട്ടെത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുമെന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾ എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഒപ്പം CPMന്റെ സംസ്ഥാന നേതാക്കളടക്കം എത്തിച്ചേരുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്നലെ വൈകിട്ട് 3 മണിയോട് കൂടിയിട്ടായിരുന്നു AV റസലിന്റെ അന്ത്യം ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിൽ വെച്ച് സ്ഥിരീകരിക്കുകയുണ്ടായത്. അർബുദ രോഗബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്നു അദ്ദേഹം. ശസ്ത്രക്രിയ പൂർത്തിയാക്കി നാട്ടിലേക്ക് മടങ്ങാനിരിക്കവെയാണ് ഇത്തരത്തിൽ അപ്രതീക്ഷിതമായിട്ട് അദ്ദേഹത്തിന്റെ വിയോഗം സംഭവിച്ചത്. അദ്ദേഹം നിലവിൽ കോട്ടയം ജില്ലാ സെക്രട്ടറി എന്നുള്ള പദവിയിലായിരുന്നു 2022 മുതൽ പ്രവർത്തിച്ചു വന്നിരുന്നത്. 1981 മുതൽ CPMന്റെ സജീവ പ്രവർത്തകനായിട്ട് വന്നു. അതിനുശേഷം നേതൃസ്ഥാനത്തേക്ക് എത്തിക്കൊണ്ട് കോട്ടയത്തെ പാർട്ടിയുടെ നിർണായക നീക്കങ്ങളിലും വിജയങ്ങളിലും ഒക്കെ ചുക്കാൻ പിടിച്ചിട്ടുള്ള ഒരു നേതാവ് കൂടിയിട്ടാണ് AV റസൽ. എന്തായാലും അദ്ദേഹത്തിന്റെ വിയോഗം പാർട്ടിക്ക് കോട്ടയത്ത് തീരാ നഷ്ടമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ലക്ഷ്മി, കോട്ടയത്ത് നിന്ന് ഗോകുൽ രമേശാണ് വിവരങ്ങൾ പങ്കുവച്ചത്.